ഹായ് ഫ്രണ്ട്സ്, ട്രീ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു ചെറുപയർ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ചായക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഒരു ചായക്ക് കടിയായിട്ടൊക്കെ കഴിക്കാൻ പറ്റുള്ളൊരു ചെറുപയർ റെസിപ്പിയാണ്. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. രാത്രിയിൽ വെള്ളത്തിൽ കുതിരാനിട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിന് 2-3 പ്രാവശ്യം കൂടി കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ പയറും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു സ്റ്റീം അടിച്ചെടുക്കുക. കൂടുതൽ സ്റ്റീം അടിക്കരുതിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ ഒരു സ്റ്റീം അടിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു സ്റ്റീം അടിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ കുക്കറിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. തുറന്ന് നോക്കിയപ്പോൾ പയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളമൊക്കെ പാകത്തിനാണ്. വെള്ളം ഒട്ടും തന്നെ ബാലൻസ് ആയിട്ടില്ല. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലൊരു കടായി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി വന്ന സമയത്ത് ഞാൻ 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മൊബൈലിൽ സ്പേസ് ഇല്ലാണ്ടായി വന്നപ്പോഴത്തേക്കേ മൊബൈലിൽ ആ ഒരു വീഡിയോ റെക്കോർഡായി വന്നില്ല, കട്ടായി പോയായിരുന്നു കേട്ടോ. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ആ ഒരു കടുകും ഉഴുന്നുപരിപ്പും നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ചതച്ചിട്ടൊന്നുമില്ല, നന്നാക്കിയിട്ട് ചേർത്ത് കൊടുക്കണുള്ളൂ. ആ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ പയർ വേവിച്ചിട്ട് റെഡിയാക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാറില്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതിന് ഇതേപോലെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണേ. അപ്പോൾ ഞാൻ ഇതിലേക്കൊരു 1/2 കപ്പ് ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉള്ളിയൊക്കെ പകുതി ഭാഗത്തോളം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ചധികം ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഉള്ളിമുളകൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത സമയത്ത് കണ്ടില്ല, ഒട്ടും തന്നെ വെള്ളമൊന്നും ഇതിലേക്ക് ബാലൻസ് ആയിട്ടില്ല കേട്ടോ. ഒഴിച്ചു കൊടുത്തിരുന്ന വെള്ളം പാകമാണ്. ഇനി ഇത് ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കുക. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാണ്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കണതാണ് നല്ലത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ചും കൂടി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷവും നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ചാനലായ ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ചെറുപയർ വെച്ചിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചായക്കുള്ള കടിയോ, അങ്ങനെ ഏത് രീതിയിൽ നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.